കുറച്ച് സമയം ഒരു അരമണിക്കൂർ കൊണ്ട്. ഇപ്പം നമ്മൾ കാർബൈഡ് ടൂൾ അല്ലേ, ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയാണ്. ഇനി നമ്മൾ പറയും ടൈപ്പ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് കാർബൈഡ് ടൂൾ. കാർബൈഡ് ടൂളിന്റെ ടൈപ്പുകൾ എങ്ങനെയാണ്, സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്. നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന സിമെന്റഡ് കാർബൈഡ് ടൂൾ ആണ്. ദീസ് ആർ അവൈലബിൾ raised tipped tool and throw away type tip held in specially designed tool holder. അല്ലെ, സിമെന്റഡ് കാർബൈഡ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. സിമെന്റഡ് കാർബൈഡ് ആയിട്ടുള്ള ഒരു ടൂളിന്റെ ടിപ്പുകൾ നിങ്ങൾ മോസ്റ്റ് കോമൺലി എന്തിന്റെ പുറത്തായിരിക്കും വെക്കാവുന്നെങ്കിൽ നമുക്ക് ടിപ്പിന്റെ ഇൻസേർട്ട് അല്ലെ, നമ്മുടെ ഇരിക്കുന്ന ഒരു സ്പെഷ്യലി ഹെൽഡ് ആയിട്ടുള്ള ഒരു ഹോൾഡർ ഉണ്ടെങ്കിൽ ആ ഹോൾഡറിൽ നിങ്ങൾക്ക് ത്രോ അവേ ടൈപ്പ് കാർബൈഡ് ടിപ്പായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ അറ്റത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ബ്രേസ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആയിരിക്കും മിക്കവാറും നമ്മുടെ ഇരിക്കുന്ന കാർബൈഡുകൾ നമ്മൾ പറയുന്നത് അല്ലെ, സിമെന്റഡ് കാർബൈഡിന്റെ ആ ടിപ്പുകളെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് ഷേപ്സ് ഓഫ് കാർബൈഡ് ടിപ്ഡ് ടേണിംഗ് ആൻഡ് ഫേസിംഗ് ടൂൾസ് ആർ ഷോൺ ഇൻ ഫിഗേഴ്സ്. ഈ താഴെ തന്നിരിക്കുന്ന കുറച്ചായിരിക്കും അതിന്റെ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ ടൂളുകളുടെയും ആ ഷേപ്പുകളും കാര്യങ്ങളും പറയുന്നതാണ്. കാർബൈഡ് ടിപ്ഡ് കട്ട് ഓഫ് ആൻഡ് ബോറിംഗ് ടൂൾസ് ആർ ഓൾസോ അവൈലബിൾ. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ കട്ട് ഓഫിന് വേണ്ടിയിട്ട് അല്ലെ, പാർട്ടിംഗ് ഓഫ് അല്ലെങ്കിൽ കട്ടിംഗ് ഓഫ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ബോറിംഗിന് വേണ്ടിയിട്ടും ഇതേ ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നത്. These tools are resharpened as need using special silicon carbide and diamond wheels. അപ്പം ഇത്തരത്തിലുള്ള അല്ലെ സിമെന്റഡ് കാർബൈഡുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് റീഗ്രൈൻഡ് ചെയ്യണമെന്നുള്ള ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ബ്രേസ് ചെയ്ത് പിടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ റീഗ്രൈൻഡിങ് ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അവിടെ റീഗ്രൈൻഡിങ് ചെയ്യിപ്പിക്കുന്ന എന്തിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും, സിലിക്കൺ കാർബൈഡോ അല്ലെങ്കിൽ ഡയമണ്ട് വീൽസിന്റെ ഹെൽപ്പോട് കൂടി. ഗ്രൈൻഡിങ് വീൽസ് അല്ലേ, ആ ഗ്രൈൻഡിങ് വീൽസിന്റെ സിലിക്കൺ കാർബൈഡിന്റെയോ അല്ലെങ്കിൽ ഡയമണ്ട് വീൽസിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ പരിപാടികൾ അല്ലെ ഗ്രൈൻഡിങ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാധനത്തിനെ റീഷാർപ്പൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഓരോന്നായിട്ട് ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ടേണിംഗ് ടൂൾ ഉണ്ട് അല്ലെ, നമുക്ക് ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ ക്രാങ്ക്ഡ് ടേണിംഗ് എന്ന് പറഞ്ഞൊരു ടേണിംഗ് ഓപ്പറേഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ടൂൾ ആവശ്യമുണ്ട്. പിന്നെ ഓഫ്സെറ്റ് ഫേസിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ വൈഡ് സ്ക്വയർ നോസിന് വേണ്ടിയിട്ടുള്ള ടേണിംഗ് ടൂളുകൾ അവൈലബിൾ ആണ്. ഒന്നും ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഓഫ്സെറ്റ് സൈഡ് കട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടൂൾ ഉണ്ട്. അതുപോലെ റിസസിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൂൾ അവൈലബിൾ ആണ്. ബോറിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടൂൾ അവൈലബിൾ ആണ്. കോർണർ ബോറിംഗിന് വേണ്ടിയിട്ട് ടൂൾ അവൈലബിൾ ആണ്. ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള കുറെ ടൂളുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് അതൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസ് എന്തായാലും അവൈലബിൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധനം എന്ന് അറിഞ്ഞിരിക്കും. നോക്കാം. ദ കാർബൈഡ് ടൂൾ ആർ സ്പെഷ്യൽ അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ. റഫ് ആണോ ഫിനിഷ് ആണോ അതനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം. കാർബൈഡ് ടൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് റഫിന് ഒരു ടൈപ്പ് ഓഫ് കാർബൈഡ് ടൂൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഫിനിഷിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് കാർബൈഡ് ടൂൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ലൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ, നമ്മൾ ഓൾറെഡി കട്ടിംഗ് ടൂൾസിന്റെ ബന്ധിപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും. അപ്പോൾ ഫ്രം റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണം. ഫ്രം ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കണം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹെഡ് സ്റ്റോക്കിൽ നിന്ന് ടെയിൽ സ്റ്റോക്കിലോട്ട്, ടെയിൽ സ്റ്റോക്കിൽ നിന്ന് ഹെഡ് സ്റ്റോക്കിലോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ രണ്ട് മൂവ്മെന്റ് ഉണ്ട്. ആ രണ്ട് മൂവ്മെന്റും പോസിബിൾ ആയിരിക്കുന്ന സാധനങ്ങളായിരിക്കും. ഒരെണ്ണം റൈറ്റ് ഹാൻഡ് എന്ന്, മറ്റൊന്ന് ലെഫ്റ്റ് ഹാൻഡ് എന്ന്. ഇനി മെറ്റീരിയൽ ബീങ് ടേൺഡ് ആൻഡ് മെഷീനിങ് കണ്ടീഷൻസ് അല്ലെ, നമുക്ക് ഏത് മെറ്റീരിയലിനാണോ ടേൺ ചെയ്യിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് മെഷീനിങ് ആണോ കണ്ടീഷൻ പറയുന്നത്, അതിനെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു കാർബൈഡ് ടൂളിന്റെ സ്പെസിഫിക്കേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ്, നിങ്ങൾ റഫ് കട്ട് ആണോ അല്ലെങ്കിൽ ഫിനിഷ് കട്ട് ആണോ ചെയ്യുന്നത്, അത് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആണോ കട്ടിങ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ മെറ്റീരിയൽ ബീങ് ടേൺഡ് ആൻഡ് മെഷീനിങ് കണ്ടീഷൻ അല്ലെ, എന്ത് കണ്ടീഷനിലാണ് മെറ്റീരിയൽ നമുക്ക് ടേൺ ചെയ്യിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്താണ്, അതെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഇനി കൈൻഡ് ഓഫ് ലെയ്ത്ത് കട്ടിംഗ് ടൂൾ അല്ലെ, ലെയ്ത്ത് കട്ടിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കൈൻഡുകൾ അല്ലെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെയ്ത്ത് കട്ടിംഗ് ടൂളാണ് ഉപയോഗിക്കുന്നത്. The different type of lathe cutting tool are distinguished by the shape of the cutting edge and the operations which these have അല്ലെങ്കിൽ they have to perform. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണോ പെർഫോം ചെയ്യേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കട്ടിംഗ് എഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദി ലേത്ത് കട്ടിംഗ് ടൂൾസ് ആർ ലിസ്റ്റഡ് ഹിയർ. അപ്പം താഴെ തന്നിരിക്കുന്ന കുറച്ചെണ്ണം ആയിരിക്കും നമ്മുടെ ലേത്തിന്റെ കട്ടിംഗ് ടൂൾ. ഒരെണ്ണം ഫേസിംഗ് ടൂള്, പിന്നെ നൈഫ് എഡ്ജ് ടൂള്, ഇനി റഫ് ചെയ്യിപ്പിക്കുന്ന ടൂള്, റൗണ്ട് നോസ് ഫിനിഷ് ടൂൾസ്, ബ്രോഡ് നോസ് ഫിനിഷിങ്, ഷാംഫറിംഗ് ടൂള്, അണ്ടർ കട്ടിംഗ് ടൂള്, എക്സ്റ്റേണൽ ത്രെഡിംഗ് ഉണ്ട്, പാർട്ടിംഗ് ഓഫ് ഉണ്ട്, ബോറിംഗ് ടൂൾ ഉണ്ട്, ഇന്റേണൽ റിസസ് ടൂൾ ഉണ്ട്, പിന്നെ ഇന്റേണൽ ത്രെഡിംഗ് ടൂൾ ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ പറയുന്നത് ഫേസിംഗ് ആയിരിക്കും അല്ലെ. ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ആസ് ഫേസിംഗ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിന്റെ ഈ അറ്റത്തിന് എന്ത് ചെയ്യിപ്പിക്കുക, ഫേസ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ സർഫസിനെ ഫ്ലാറ്റ് ചെയ്യിപ്പിക്കുന്ന ആ പ്രോസസ് ആയിരിക്കും ഫേസിങ്. അതുപോലെ തന്നെ നമുക്ക് ടേപ്പർ അടിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ടേപ്പർ അടിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ ടേപ്പർ ടേണിംഗ്. അത് നമുക്ക് എക്സ്റ്റേണൽ ടേപ്പർ അടിക്കാം, ഇന്റേണൽ ടേപ്പർ അടിക്കാം. ഇതിനകത്ത് പറയുന്ന എക്സ്റ്റേണൽ ടേപ്പർ ആണ് അങ്ങനെയുള്ള സാധനം. അതുപോലെ തന്നെ ഇനി ഒരു പർട്ടിക്കുലർ കോണ്ടൂർ അല്ലെ, ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ ഇത് ഇങ്ങനെ ഒരു കോണ്ടൂർ പോലെ അടിച്ചെടുക്കണമെങ്കിൽ ആ ഒരു ഡിസൈനിലോട്ട് എത്തിക്കുന്നത് കോണ്ടൂർ ടേണിംഗ് എന്ന് പറഞ്ഞ ടൂൾ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡിസൈനിലോട്ട് ഒരു പർട്ടിക്കുലർ, അതായത് നമ്മളിൽ ഇരിക്കുന്ന ഒരു ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളിന്റെ ഷേപ്പ് നമ്മുടെ ഇതിന്റെ വർക്കിംഗ് സർഫസിലോട്ട് കൊണ്ടുവന്നെത്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ഫോം ടേണിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അല്ലെ, ഫോം ടേണിംഗ്. അതുപോലെ തന്നെ ഇതിന്റെ അറ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് ത്രെഡ്
എങ്ങാനും കട്ട് ചെയ്യുന്ന സമയത്ത് ആ ത്രെഡിന്റെ ആ ഒരു മൂർച്ചയുള്ള പോർഷൻ ഒരു കാരണവശാലും നമ്മുടെ കൈകളിൽ പെട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കട്ടൊന്നും പാടില്ല. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ ഉള്ള ഓപ്പറേഷൻ ഷാംഫറിങ് ആയിരിക്കും ചെയ്യുക. ഇതായിരിക്കും ഈ ഷാംഫറിങ് ഓപ്പറേഷൻ അല്ലെ, ഷാംഫറിങ് ഓപ്പറേഷൻ. അതുപോലെ അടുത്ത പറഞ്ഞ സാധനമായിരിക്കും കട്ട് ഓഫ് അല്ലെ. കട്ട് ഓഫ് എന്ന ഓപ്പറേഷനെ നമ്മൾ എന്താ പറയും, ചിലപ്പോൾ പാർട്ടിങ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. ചിലപ്പം ഇതിനെ തന്നെ ചില സമയങ്ങളിൽ എന്ത് പറയാ, ഒരു ഗ്രൂവ് അടിപ്പിക്കുന്നതും സെയിം സാധനമുള്ള ഓപ്പറേഷൻ അല്ലേ, ഒരു ഗ്രൂവ് പോലെ അടിക്കുന്നതും സെയിം സാധനം. ഇത് പറയുന്നത് കട്ട് ഓഫ് ആയിരിക്കും. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് രണ്ട് ഇതായിട്ട് അല്ലെ, പാർട്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേഷൻ ആയിട്ട്, രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും കട്ട് ഓഫ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. ഇനി അടുത്ത ഓപ്പറേഷൻ കാണിക്കുന്നത് ത്രെഡിങ് അല്ലെ, ഒരു ത്രെഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ത്രെഡ് അടിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും ത്രെഡിങ് ഓപ്പറേഷൻ. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കുന്നത്. നോക്കിയാൽ ഫേസിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അല്ലെ. ഫേസിംഗ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ വർക്ക് പീസിന്റെ എഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുക, ഫേസ് ചെയ്ത് കളയും. ഇപ്പൊ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഫേസിംഗ് ഓപ്പറേഷൻ. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടേപ്പർ ടേണിംഗ് അല്ലെ. ടേപ്പർ ടേണിംഗ് എന്ന് പറഞ്ഞത് ഒരു ടേപ്പറിന്റെ ഷേപ്പിലോട്ട്, ഇപ്പൊ ഗ്രാജുവലി ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ദ ഡയമീറ്റർ ഓഫ് എ വർക്ക് പീസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ വർക്ക് പീസിൽ ആ ഒരു ഗ്രാജുവലി ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് എന്താണ് ഡയമീറ്ററിൽ വരുന്ന ആ ഒരു സാധനത്തിനായിരിക്കും ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത്. അത് എനിക്ക് എക്സ്റ്റേണൽ ടേപ്പർ ടേണിംഗ് ആവാം അല്ലെങ്കിൽ ഇന്റേണൽ ടേപ്പർ ടേണിംഗ് ആവാം. രണ്ട് ടേപ്പർ ടേണിംഗും ഇതിനകത്ത് പോസിബിൾ ആണ്. അതാണ് ടേപ്പർ ടേണിംഗ് ഓപ്പറേഷൻ. ഇനി അതുപോലെ തന്നെ കോൺടൂറിംഗ് അല്ലെ. കോൺടൂറിംഗ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഷേപ്പിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. ഒരു കോൺടൂർ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കോൺടൂർ ടേണിംഗ്. അതിന്റെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ പറഞ്ഞ സാധനമായിരിക്കും ഫോം ടേണിംഗ്. ഫോം ടേണിംഗ് എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൂളും കാര്യങ്ങളൊക്കെ കാണും അല്ലെ. ഒരു ഫോം ടൂൾ എന്ന് പറഞ്ഞ സാധനം കാണും. ആ ഫോം ടൂളിന്റെ അതേ ഷേപ്പിലോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വർക്ക് പീസിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫോം ടൂളിന്റെ എന്ത് ഷേപ്പ് ഉണ്ടോ അതേ ഷേപ്പിന്റെ മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ചിലപ്പോൾ ഒരു കോൺകേവ് ഫേസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസിന്റെ പുറത്ത് എന്ത് കിട്ടും, ഒരു കോൺവെക്സ് എന്ന് പറഞ്ഞ സർഫസ് കിട്ടും. അതേസമയം നമ്മുടെ ഇരിക്കുന്ന ഒരു കോൺകേവ് എന്ന് പറഞ്ഞ സാധനമാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ പുറത്ത് എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു റിസസ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ആ ഒരു ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്ന സാധനമായിരിക്കും ഫോം ടേണിംഗ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം ത്രെഡ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ത്രെഡിന്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു കാരണവശാലും നമ്മുടെ കൈയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ മുറിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷാംഫർ ചെയ്ത് കൊടുക്കും അല്ലെ. ഒരു നമുക്ക് കറക്റ്റ് ഒരു സർഫസിലോട്ട് എത്തിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് കറക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അതിനകത്ത് നിന്ന് പുറത്തോട്ട് കറക്റ്റ് ആയിട്ട് ഇളകി വരാനായിരിക്കും നമ്മൾ ത്രെഡിങ്ങിന്റെ അറ്റത്ത് എന്ത് കൊടുക്കുക, ഷാംഫറിങ് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഓപ്പറേഷൻ എന്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ലേത്തിന്റെ ബൈ യൂസിങ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് പാർട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ. പാർട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ വർക്ക് പീസിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്പറേഷൻ ആയിരിക്കും കട്ട് ഓഫ് അല്ലെങ്കിൽ പാർട്ടിംഗ് ഓഫ് എന്ന് പറഞ്ഞത്. ഗ്രൂവിങ് ചെയ്യാം, പാർട്ടിംഗ് ഓഫ്, എല്ലാ ഓപ്പറേഷനും ഒരേ സാധനം തന്നെ ആയിരിക്കും. ഗ്രൂവിങ്, പാർട്ടിംഗ് ഓഫ് എല്ലാം മിക്കവാറും പറയുന്ന ഒരേ ഓപ്പറേഷൻ തന്നെയാണ്. ഗ്രൂവ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ പാർട്ടിംഗ് ഓഫ് ചെയ്യിപ്പിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്ന സാധനം കട്ട് ഓഫ് എന്ന് പറഞ്ഞ സാധനം പാർട്ടിംഗ് ഓഫ് ആണ്. പാർട്ടിംഗ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ. ഇനി അടുത്ത സാധനം പറയുന്നത് ത്രെഡിങ് ആണ്. ത്രെഡിങ് എന്ന് പറഞ്ഞാൽ സംഭവം നമ്മുടെ ഇതിന്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം, ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ത്രെഡിങ് ഓപ്പറേഷൻ. അടുത്ത ബോറിംഗ് എന്ന് പറഞ്ഞ സാധനം അകത്ത് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഒരു ഹോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബോറിംഗ് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുക. ഡ്രില്ല് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും എഗൈൻ എന്ത് ചെയ്യിപ്പിക്കുന്നത്, നമുക്ക് ഹോൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, നമ്മുടെ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളും തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന ബോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യും. ഇനി നർലിംഗ് എന്ന് പറഞ്ഞ സാധനം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് എന്ത് ചെയ്യുക, ഒരു എന്താണ് നമുക്ക് ഇത് അല്ലെ, ഒരു ഇങ്ങനെ ഒരു നെർൽ ചെയ്യിപ്പിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നർലിംഗ് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുക. നെർൽ ചെയ്യിക്കുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനായിരിക്കും നർലിംഗ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൂളുകളുണ്ട്. നർലിംഗ് ടൂൾ നമ്മൾ അല്ലാതെ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നർലിംഗ് ചെയ്യിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇത്രയാണ് നമ്മൾ എന്ത് വെച്ചിട്ട്, നമ്മളിൽ ഇരിക്കുന്ന ആ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിൽ ഉപയോഗിക്കുന്ന ലെയ്ത്തിൽ നമ്മൾ എന്താണ് കട്ടിംഗ് ഓപ്പറേഷൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നത് ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പഠിക്കുക, അതൊക്കെയാണ് ഓപ്പറേഷൻസ്. എത്ര ഓപ്പറേഷൻസ് ലെയ്ത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നെന്ന് വല്ല ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പഠിച്ചു വെക്കുക. ഫേസിങ്, ടേപ്പർ ടേണിങ്, കോണ്ടൂർ ടേണിങ്, ഫോം ടേണിങ്, ഷാംഫറിങ്, കട്ട് ഓഫ്, ത്രെഡിങ്, ബോറിങ്, ഡ്രില്ലിങ്, നർലിങ്. ഓക്കെ, ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനമായിരുന്നു നമ്മുടെ കട്ടിങ് ആംഗിൾ അല്ലെ. നമ്മുടെ സൈഡ് ക്ലിയറൻസ് ഒന്നും, അതുപോലെ തന്നെ എൻഡ് ക്ലിയറൻസ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൈഡ് റിലീഫ് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ, ബാക്ക് റേക്ക് ആംഗിൾ, അതുപോലെ തന്നെ സൈഡ് റേക്ക് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആംഗിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ആംഗിളിനെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നീഡ് ടു പ്രൊവൈഡ് ആംഗിൾസ് ആൻഡ് ക്ലിയറൻസ്. എന്തിനു വേണ്ടായിരിക്കും നമുക്ക് ആംഗിൾസും ക്ലിയറൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. കട്ടിംഗ് ആക്ഷൻ ഓഫ് ലേത്ത് ടൂൾ ഡ്യൂറിംഗ് ടേണിംഗ് ഈസ് എ വെഡ്ജിങ് ആക്ഷൻ അല്ലെ. നമുക്ക് ആ ഒരു
നമ്മുടെ ഇരിക്കുന്ന ഒരു വർക്ക് പീസ് കറങ്ങുകയാണെങ്കിൽ വർക്ക് പീസ് കറങ്ങുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ കട്ടിംഗ് ടൂള് നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് പീസിൽ നിന്നും എന്ത് റിമൂവ് ചെയ്യുന്നത്, ചിപ്പ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി നടക്കുന്നത് ഒരു വെഡ്ജ് വരുന്ന അല്ലെ, ഒരു ആപ്പ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ട് തന്നെ ഒരു വെഡ്ജിങ് ആക്ഷൻ വഴിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു കട്ടിങ് പ്രോപ്പർ ആയിട്ട് പോസിബിൾ ആകുന്നത്. ദിസ് നെസസിറ്റീസ് ദ ഗ്രൈൻഡിങ്. അപ്പം അതുകൊണ്ട് the wedge shaped cutting edge has to penetrate into work and remove the metal. അപ്പൊ ആ ഒരു വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് എഡ്ജ് ആണ് നമ്മുടെ വർക്ക് പീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് വരുന്നത്, അവിടെ ആയിരിക്കും നമുക്ക് ആക്ച്വലി ഒരു ചിപ്പ് ഫോർമേഷനും കാര്യങ്ങളും വരുന്നത്. അപ്പൊ അങ്ങനെ വെഡ്ജ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ അങ്ങനെ this necessary the grinding of the solid tool bit to have the wedge formation for the cutting edge അല്ലെ. ഈ കട്ടിംഗ് എഡ്ജിന്റെ അറ്റത്ത് ആ ഒരു വെഡ്ജ് ഫോർമേഷൻ വരാനുള്ള കാര്യം തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷേപ്പിലോട്ട് ആക്കാൻ വേണ്ടി തന്നെ എന്താണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കട്ടിങ് പോസിബിൾ ആവത്തുള്ളൂ എന്നാണ് പറയുന്നത്. When we sharpen a pencil with a pen knife by trial and error, we find that the knife must penetrate into the wood definite angle if a successive നമുക്ക് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. Wooden pencil, okay, soft metal such as brass is cut. We found that the cutting edge of the blade soon becomes blunt. Cutting edge having crumbled for the blade to cut brass successfully. വേണ്ട, cutting edge must be ground less acute angle to give strength and can okay വേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ദ ആംഗിൾ ഷോൺ ഇൻ ഗിവൻ, ഓക്കെ, ഇത് ഓരോന്നായിരിക്കും, ഇനി പറയുന്ന ഓരോ കാര്യങ്ങളായിരിക്കും ഇദ്ദേഹത്തിന്റെ ആംഗിളുകളും കാര്യങ്ങളും. ഓൾറെഡി നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും. ഓരോ ആംഗിളുകളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറയുന്ന സാധനമായിരിക്കും സൈഡ് കട്ടിംഗ് എഡ്ജ്. അപ്പൊ ഇതിന് രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ട് അല്ലെ. നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എടുക്കുകയാണെങ്കിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന് രണ്ട് കട്ടിംഗ് എഡ്ജുകളാണുള്ളത്. ഒരെണ്ണത്തിന് സൈഡ് കട്ടിംഗ് എഡ്ജ് എന്നും മറ്റൊരെണ്ണത്തിന് എന്താ പറയുക, നമ്മുടെ എൻഡ് കട്ടിംഗ് എഡ്ജ് എന്ന് പറയും. ഫസ്റ്റ് വൺ പറയുന്നത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആണെങ്കിൽ സൈഡ് കട്ടിംഗ് എഡ്ജ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ്. അപ്പം അതുമായിട്ട് മേടിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും എന്തെന്ന് അറിയപ്പെടുന്നത്, അപ്രോച്ച് ആംഗിൾ അല്ലെ, അപ്രോച്ച് ആംഗിൾ. അപ്പം ഗ്രൗണ്ട് ടു ദ സൈഡ് കട്ടിംഗ് എഡ്ജ് അല്ലെ, സൈഡ് കട്ടിംഗ് എഡ്ജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. അപ്പൊ ബേസിന് പാരലായിട്ട് ഒരു ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡ് കട്ടിംഗ് എഡ്ജും ഇതും തമ്മിൽ മേടിയിപ്പിക്കുന്ന ആംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും നമ്മുടെ അപ്രോച്ച് ആംഗിൾ അല്ലെങ്കിൽ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പം ഈ ആംഗിളിന്റെ റേഞ്ച് എപ്പോഴും വേരി ചെയ്യുന്നത് 25-നും 40-നും ഇടയ്ക്കായിരിക്കും. പക്ഷെ 25-നും 40-നും ഇടയ്ക്ക് നമ്മൾ പറഞ്ഞാലും ഇതിന്റെ മോസ്റ്റ് കോമൺലി നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ എപ്പോഴും എത്രയായിരിക്കും, 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അന്ന് പഠിച്ച വാല്യൂസ് പഠിച്ചു വെക്കരുത്, നമ്മൾ ഇപ്പോൾ പറയുന്ന വാല്യൂസ് വേണം പഠിച്ചു വെക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് വേണം പഠിക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം എടുക്കുകയാണെങ്കിൽ അപ്രോച്ച് ആംഗിളിന്റെ റേഞ്ച് എങ്ങനെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു വെക്കുക. 25-നും 40-നും ഇടയ്ക്കാണ്. മോസ്റ്റ് കോമൺലി നമ്മൾ അപ്രോച്ച് ആംഗിളായിട്ട് ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് ഒബ്ലിക് കട്ടിംഗ് ഹാസ് എ സർട്ടൻ. ഇനി അടുത്ത പറയുന്നത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് കട്ടിങ്ങുകൾ പോസിബിൾ ആണ് അല്ലെ. ഒരെണ്ണത്തിന് നമ്മൾ ഒബ്ലിക് കട്ടിംഗ് എന്നും മറ്റൊരെണ്ണത്തിന് നമ്മൾ ഓർത്തോഗണൽ കട്ടിംഗ് എന്നും പറയും. അപ്പോൾ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഒബ്ലിക് കട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കട്ടിംഗ് എഡ്ജ് നമ്മുടെ ഇരിക്കുന്ന വർക്കിന്റെ സർഫസുമായിട്ട് ഇൻ കോൺടാക്ട് വരുന്ന ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് മേടിയിപ്പിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിന് ഒബ്ലിക് കട്ടിംഗ് എന്നും. അതേസമയം ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണെങ്കിൽ അല്ലെ, ഈ ആംഗിൾ നമ്മുടെ കട്ടിംഗ് എഡ്ജും ഇതുമായിട്ട് വരുന്ന സാധനം 90 ഡിഗ്രി ആണെങ്കിൽ അത്തരത്തിലുള്ള കട്ടിംഗ് നമുക്ക് ഇതിനെ പോസിബിൾ ആക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഓർത്തോഗണൽ കട്ടിംഗ് മെത്തേഡ് എന്നായിരിക്കും. എന്താണ് പറയുന്നത്, ഒരെണ്ണത്തിന് ഒബ്ലിക് കട്ടിംഗ് മെത്തേഡ് എന്നും രണ്ടാമത്തേനെ പറയുന്നത് ഓർത്തോഗണൽ കട്ടിംഗ് മെത്തേഡ് എന്നുമാണ്. ഒബ്ലിക് കട്ടിംഗ് ഹാസ് എ സർട്ടൻ അഡ്വാൻറ്റേജ് ഓവർ ആൻ ഓർത്തോഗണൽ കട്ടിംഗ്. ഓർത്തോഗണൽ കട്ടിങ്ങിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഒബ്ലിക് കട്ടിങ്ങിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ അഡ്വാൻറ്റേജസ്? കട്ടിംഗ് എഡ്ജ് ഇസ് സ്ട്രെയിറ്റ് അല്ലെ, നമ്മളിരിക്കുന്ന കട്ടിംഗ് എഡ്ജ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്. മോർ ഡെപ്ത് ഓഫ് കട്ട് ഇസ് ഗിവൺ ഇൻ കേസ് ഓഫ് an ഒബ്ലിക് കട്ടിംഗ് അല്ലെ. ഒബ്ലിക് കട്ടിംഗ് എടുക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓർത്തോഗണൽ ആകുമ്പോഴത്തേക്ക് എന്താണ്, രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് അല്ലെ, അതിന്റെ വർക്ക് സർഫസും ഇതും തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് മോർ നമ്മുടെ ഇരിക്കുന്ന ഡെപ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ചിലപ്പോൾ കട്ടിംഗ് എഡ്ജ് ചിലപ്പോൾ പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ നമ്മുടെ വർക്കിന്റെ സർഫസ് ചിലപ്പോൾ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒബ്ലിക് കട്ടിംഗ് സിൻസ് ദ ടൂൾ ഈസ് ഫെഡ് ടു ദ വർക്ക് ദ കോൺടാക്ട് സർഫസ് ഓഫ് ദ ടൂൾ ഗ്രാജുവലി ഇൻക്രീസസ് ആസ് ദ ടൂൾ അഡ്വാൻസസ് അല്ലെ. അതായത് ഒബ്ലിക് കട്ടിംഗ് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഒബ്ലിക് കട്ടിംഗ് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ടൂള് പതിയെ പതിയെ ആയിരിക്കും ഇതിന്റെ സർഫസുമായിട്ട് കോൺടാക്ട് എടുത്തിട്ട് കട്ടിങ് പോസിബിൾ ആവുന്നത്. അതേസമയം നമ്മുടെ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം എടുക്കുകയാണെങ്കിൽ, ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞ സംഗതി എടുക്കുകയാണെങ്കിൽ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും അല്ലെ. ലെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ഗിവൺ ഡെപ്ത് ഫുള്ളി കോൺടാക്ട് ദ വർക്ക് ഫ്രം ബിഗിനിങ് ഇറ്റ്സെൽഫ്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇതിൽ ഭയങ്കര രീതിയിൽ കോൺടാക്ട് വരികയാണ് നമ്മുടെ ഓർത്തോഗണൽ കട്ടിംഗിൽ കിട്ടുക. ഗീവ്സ് എ സഡൻ ആൻഡ് മാക്സിമം ലോഡ് ഓൺ ദ ടൂൾ ഫേസ്. അപ്പം ടൂൾ ഫേസിൽ പെട്ടെന്നുള്ള ഒരു ലോഡും കാര്യങ്ങളായിരിക്കും ഓർത്തോഗണൽ ടൈപ്പ് ഓഫ് കട്ടിംഗിൽ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ഏരിയ ഓവർ വിച്ച് ദ ഹീറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് മോർ ഇൻ ഒബ്ലിക് കട്ടിംഗ്. ഒബ്ലിക് കട്ടിംഗ് എടുക്കുമ്പോഴത്തേക്കും
അടുത്ത പറയുന്ന സാധനം എന്ന് അറിയപ്പെടുന്നത് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കും, അല്ലെങ്കിൽ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് നടക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ഫിനിഷും കാര്യങ്ങളും കിട്ടുന്നത് ഒബ്ലിക് ടൈപ്പ് ഓഫ് കട്ടിങ്ങിലായിരിക്കും എന്നാണ് പറയുന്നത്. ഒരെണ്ണത്തിന് ഓർത്തോഗണൽ കട്ടിംഗ് എന്ന്, രണ്ടാമത് പറയുന്നത് ഒബ്ലിക് കട്ടിംഗ് എന്ന്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന വർക്ക് സർഫസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അതേസമയം നമ്മുടെ ഇരിക്കുന്ന വർക്കിന്റെ ആ ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ സർഫസിന് ഒരു പർട്ടിക്കുലർ ആംഗിൾ മീഡിയേറ്റിച്ചായിരിക്കും കട്ടിങ് പോസിബിൾ ആക്കുന്നതെങ്കിൽ അതിനെ പറയാം ഒബ്ലിക് കട്ടിംഗ് എന്നാണ്. അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് ഒബ്ലിക് കട്ടിംഗ് ആൻഡ് ഓർത്തോഗണൽ കട്ടിംഗ്. ക്ലിയർ ആണോ? ഒബ്ലിക് ആൻഡ് ഓർത്തോഗണൽ കട്ടിംഗ്. ഇനി അതിന്റെ കൂടെ തന്നെ ഈ ഒരു ആംഗിളും കൂടെ പറഞ്ഞിട്ട് നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അടുത്ത നോക്കി എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അല്ലെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആംഗിൾ ആയിരിക്കും എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ആദ്യം പറഞ്ഞത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആയിരുന്നു, രണ്ടാമത് പറഞ്ഞത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിന് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിന് നേരത്തെ പറഞ്ഞ അപ്രോച്ച് ആംഗിൾ ആണെങ്കിൽ ഇപ്പൊ അടുത്ത് നമ്മൾ പറയുന്നത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആയിരിക്കും. അദ്ദേഹത്തിന് പറയാ ട്രയൽ ആംഗിൾ എന്നായിരിക്കും. എൻഡ് കട്ടിംഗ് എഡ്ജിനെ പറയാ ട്രയൽ ആംഗിൾ. എൻഡ് കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അല്ലെ എൻഡ് കട്ടിംഗ് എഡ്ജ്. നേരത്തെ സൈഡ് കട്ടിംഗ് എഡ്ജ് ഇതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സാധനമായിരിക്കും എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ചെറിയ ആംഗിൾ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ കട്ടിംഗ് എഡ്ജ് ആയിരിക്കും. ഇനി ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ മീഡിയേപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും എന്തെന്ന് അറിയപ്പെടുന്നത് എൻഡ് കട്ടിംഗ് എഡ്ജും ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഈ ലൈനും തമ്മിൽ മീഡിയേപ്പിക്കുന്ന സംഭവം, ആക്സിസ് അല്ലെങ്കിൽ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനും തമ്മിൽ മീഡിയേപ്പിക്കുന്ന ഈ ഒരു ആംഗിളിന് നിങ്ങൾ പറയുന്ന സാധനമായിരിക്കും ട്രയൽ ആംഗിൾ അല്ലെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ട്രയൽ ആംഗിൾ അല്ലെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയാം. അപ്പം എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അല്ലെങ്കിൽ ട്രയൽ ആംഗിൾ എന്ന സാധനം ഇങ്ങനെയാണ് പറയുന്നത്. ഈ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിന്റെ വാല്യൂ എപ്പോഴും ലൈ ചെയ്യിപ്പിക്കുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആയിരുന്നു. അത് എത്രയായിരുന്നു? 25നും 40നും ഇടയ്ക്ക് എന്നായിരുന്നു പറഞ്ഞത്. മോസ്റ്റ് കോമൺലി 30 ആയിരിക്കും യൂസ് ചെയ്യുക. ഇദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ട്രയൽ ആംഗിളിന്റെ വാല്യൂ വരുന്നത്. ഇനി സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ നേരത്തെ പറഞ്ഞു, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അതുപോലെ തന്നെ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അല്ലെ. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അല്ലെങ്കിൽ സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് കട്ടിംഗ് എഡ്ജും കൂടെ കംപ്രൈസസ് ആയിരിക്കും നമുക്ക് ടൂൾ നോസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് അല്ലെ. ടൂൾ നോസ് റേഡിയസ് എന്നൊക്കെ പറഞ്ഞ കാര്യം വരിക. ഇനി മറ്റൊരു രീതിയിലും പറയുന്നുണ്ട്, നമ്മളിരിക്കുന്ന ട്രയൽ ആംഗിളും ഈ അപ്രോച്ച് ആംഗിളും കൂടെ ചേർന്ന സമയത്ത് എന്തൊക്കെയാണ്, ട്രയൽ ആംഗിളും അപ്രോച്ച് ആംഗിളും കൂടെ ചേർന്നിട്ട് ടോട്ടലി നമ്മൾ പറയുന്ന സാധനമായിരിക്കും എന്തെന്നറിയാം, നമ്മുടെ നോക്കി ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആൻഡ് ദ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ വെൻ ദ ഗ്രൗണ്ട് ഫ്രം എ നോസ് വെഡ്ജ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഫോർ ദ ടൂൾ അല്ലെ. ഒരു നിങ്ങളുടെ ഇത് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം എല്ലാം കൂടെ നമ്മൾ ചേർന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്കൊരു 90 ഡിഗ്രി ആയിരിക്കും മീഡിയേപ്പിക്കുന്ന ഒരു കൺസെപ്റ്റും കൂടെ നോക്കി വെച്ചിരിക്കുക. 90 ഡിഗ്രി സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആൻഡ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ വെൻ ഗ്രൗണ്ട് ഫോം എ നോസ് ഓഫ് വെഡ്ജ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഫോർ ദ ടൂൾ അല്ലെ. അപ്പം നമ്മുടെ ഇരിക്കുന്ന സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആക്ച്വലി മീഡിയേപ്പിക്കുന്ന സംഭവം അതുപോലെ തന്നെ നമ്മുടെ ട്രയൽ ആംഗിൾ എന്ന് പറഞ്ഞ സാധനം കൂടെ നമുക്ക് ആഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ചെയ്യാം, ഒരു വെഡ്ജ് ആംഗിൾ എന്ന സാധനം ആയിരിക്കും കിട്ടുക. ആ വെഡ്ജ് ആംഗിളിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒരു 90 ഡിഗ്രി ഗ്രൗണ്ട് ചെയ്തിട്ടായിരിക്കും വരിക എന്നുള്ള സാധനം കൺസെപ്റ്റ് നോക്കി വെച്ചിരിക്കുക. വെഡ്ജ് ആംഗിൾ അല്ലെ, വെഡ്ജ് ആംഗിൾ എന്നുള്ള കൺസെപ്റ്റും കൂടെ നോക്കി വെച്ചിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സാധനമായിരിക്കും വെഡ്ജ് ആംഗിൾ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ട്രയൽ ആംഗിൾ, അതുപോലെ തന്നെ ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അപ്രോച്ച് ആംഗിൾ. ബാക്കി നമുക്ക് അടുത്ത നോക്കാം, തീരത്തില്ല.